$1 കിട്ടാൻ 93 രൂപയ്ക്ക് അടുത്ത് കൊടുക്കേണ്ട സ്ഥിതിയായി. പശ്ചിമേഷ്യയിലാണ് യുദ്ധം. പക്ഷേ അതിന്റെ കെടുതി ഇതിനകം ഇന്ത്യൻ രൂപയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതെ, ഈ യുദ്ധം രൂപയുടെ മൂല്യം താഴ്ത്തുകയാണ്. കാരണം വളരെ ലളിതമാണ്. ട്രംപിന്റെ പകരച്ചുങ്കം രൂപയുടെ മൂല്യം വല്ലാതെ ഇടിച്ചു കളഞ്ഞു. അതിനു പിന്നാലെയാണ് പശ്ചിമേഷ്യൻ പ്രതിസന്ധി വന്നത്. ഇന്ത്യ ഉപയോഗിക്കുന്ന എണ്ണയുടെ 80%-ലധികവും ഇറക്കുമതിയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം ശക്തമാകുമ്പോൾ ക്രൂഡ് ഓയിലിന് വില ഉയരും. എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് കൂടുതൽ ഡോളർ ചെലവാക്കേണ്ടി വരും. ഡോളറിനുള്ള ആവശ്യകത കൂടുമ്പോൾ രൂപയുടെ മൂല്യം താഴുകയും ചെയ്യും. ഇതിനു മറ്റൊരു പ്രധാന കാരണവുമുണ്ട്. ലോകത്ത് അനിശ്ചിതത്വം കൂടുമ്പോൾ നിക്ഷേപകർ US ഡോളറും സ്വർണവും പോലുള്ള സുരക്ഷിത ആസ്തികളിലേക്ക് പണം മാറ്റും. അങ്ങനെ പണം ഇന്ത്യ പോലുള്ള വിപണികളിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇത് രൂപയ്ക്ക് കൂടുതൽ സമ്മർദ്ദം സൃഷ്ടിക്കും. ഇതിന്റെ ഫലമായി രൂപ ഡോളറിനെതിരെ റെക്കോർഡ് താഴ്ചയിലേക്ക് നീങ്ങുകയാണ്. രൂപ ദുർബലമായാൽ ഇന്ധനം, ഇലക്ട്രോണിക്സ്, ഇറക്കുമതി സാധനങ്ങൾ എന്നിവയുടെ വില കൂടി ഉയരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പശ്ചിമേഷ്യയിലെ യുദ്ധവാർത്ത കേൾക്കുമ്പോൾ ഓർക്കണം, അത് അവിടുത്തെ കാര്യം, നമുക്കെന്ത് എന്ന ചിന്ത വേണ്ട. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി നമ്മുടെ രൂപയെയും നമ്മുടെ ചെലവുകളെയും നേരിട്ട് ബാധിക്കുന്ന കഥയാണ്. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്?